നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബികാനന്ദൻ തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറയുന്നത്, എല്ലാവരും പോയി. ഇവിടെ ഇപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ രംഗത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എത്ര ദിവസം ചെയ്യുമെന്നൊന്നും അറിയില്ല. അവിടെ കിടക്കുന്ന പാത്രമൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട്. എത്ര ദിവസം ഉണ്ടാവും ഇങ്ങനെ ആത്മാർത്ഥമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇതാ കുട്ടിയമ്മയുടെ മുറി അവിടെ കാലിയായി, എല്ലാവരും പോയി. എന്താ കുട്ടിയമ്മയുടെ മുറി ഉണ്ടോ? കുട്ടിയമ്മയുടെ കട്ടിൽ എവിടെയാണ് കിടന്നിരുന്നേട്ടാ? കുട്ടിയമ്മയുടെ കട്ടിൽ എവിടെയാണ് കിടന്നിരുന്നത്? കുട്ടിയമ്മയുടെ കട്ടിലൊക്കെ കൊണ്ടുപോയി അവർ. ഇപ്പോൾ ഞാൻ വിളിച്ചിട്ട് അവരെടുക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല. നോക്കട്ടെ സംഭവം. അപ്പോൾ ഈ മുറിനി നമുക്ക് ഒതുക്കാനും അടിക്കാനും ഇവിടെയൊക്കെ അങ്ങോട്ട് നന്നായി തേച്ചൊരിച്ച് കഴുകി വൃത്തിയാക്കി ഇതിനൊരു വാതിൽ വെക്കണം മക്കളെ. ഇതിനൊരു വാതിൽ വെക്കണം. ഇതിനൊരു വാതിൽ വെച്ചിട്ട് എനിക്ക് താൽക്കാലികം ദേവി എൻ്റെ മുറിയിൽ നിന്ന് ദേവിദേവന്മാരെ പുറത്തേക്ക് അമ്പലത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ഏതുവരെയ്ക്കും എനിക്കിത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇതിനൊരു ഡോറ് വെച്ചാൽ നമുക്ക് അടച്ചിട്ട് പൂട്ടി പോകാമല്ലോ പുറത്തേക്കൊക്കെ. അപ്പോൾ അത് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ മോള് ആകെ നിരാശയിലാണ്. കാരണം കുട്ടിയമ്മേനെ അവരുടെ വീട്ടുകാർ കൊണ്ടുപോയി. മണിയേച്ചി ഇന്ന് രാവിലെ മണിയേച്ചും പോയി. അപ്പോൾ ആകെ കഷ്ടത്തിലാണ് എൻ്റെ കുട്ടി. എൻ്റെ കുട്ടിക്ക് എപ്പോഴും ആൾക്കാരെ കാണണം. കുറേ ആൾക്കാരുണ്ടായി അത്ര സന്തോഷമാണ്. പിന്നെ അവൾക്ക് പിടിക്കാത്തവരെ എപ്പോൾ വന്ന് കണ്ടാലും അവൾ കുറയ്ക്കും. അല്ലാത്തവരെ പരിചയമായി കഴിഞ്ഞാൽ അവൾ കുറയ്ക്കില്ല. പക്ഷേ ചിലവരെ അവൾക്ക് ഇഷ്ടമല്ല. അവരെ കാണുമ്പോൾ അപ്പോൾ അവൾ കുറച്ചുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ മോളുടെ സ്വഭാവങ്ങൾ. അപ്പം എൻ്റെ അമ്മയ്ക്കും ദുഃഖാട്ട. അമ്മയ്ക്ക് കുറേ ആൾക്കാരുണ്ടാവണം. കുറേ കൂട്ടുകുടുംബത്തിൽ ജീവിച്ചതല്ലേ, കുറേ ആൾക്കാരായിട്ട് സംസാരിച്ചും കളിച്ചും ചിരിച്ചും നടന്നതല്ലേ. അത് കാരണം അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ്. കുറേ ആൾക്കാർ വേണം. എന്നാലോ ഇപ്പോൾ ഒരു 4 വർഷം ഇങ്ങോട്ടായിട്ട് എൻ്റെ അമ്മയുടെ സ്വഭാവത്തിന് മാറ്റം വന്നിരിക്കുന്നത്. ആദ്യമൊന്നും ഇങ്ങനെ ഇല്ല. ആദ്യമൊക്കെ എൻ്റെ അമ്മയ്ക്ക് നല്ല ബോധവും വിവരവും ഒക്കെ ഉണ്ട്. വരുന്നവരൊക്കെ സ്നേഹിക്കും, ചോറ് കൊടുക്കും, എല്ലാവരുടെ ആത്മാർത്ഥമായി തന്നെ എൻ്റെ അമ്മ പെരുമാറിയിരുന്നത്. പക്ഷേ 4 വർഷം ഇപ്പുറം അങ്ങോട്ട് അമ്മ മാറി. ഇപ്പം അമ്മേനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ആദ്യമായിട്ട് ഒരു ആൾ കാണുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. പുറത്തേക്കൊക്കെ പോയി വരുമ്പോൾ ആർക്കും ഒരു കുഴപ്പം തോന്നില്ല. അപ്പോൾ നമ്മൾ കള്ളം പറയാമെന്ന് ചിലവർക്ക് തോന്നുക. എൻ്റെ അമ്മയായിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ സംസാരിച്ചിരുന്നാൽ മതി. 5 മിനിറ്റിൽ എൻ്റെ അമ്മോട് പറയുന്ന കാര്യങ്ങൾ മറക്കും അമ്മ. അതാണ് അവസ്ഥ. മരുന്നൊക്കെ കൊടുക്കണുണ്ട്, കുറവൊന്നുമില്ല. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പോൾ പഴയ കാര്യങ്ങളും തലതിരിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ പഴയ കാര്യങ്ങൾ കൃത്യമായി പറയും. ഇപ്പോൾ പറഞ്ഞ കാര്യം 5 മിനിറ്റ് കഴിയുമ്പോൾ മറക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പഴയ കാര്യം തലതിരിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയാണ് എൻ്റെ അമ്മയുടെ. അപ്പോൾ ഇവിടെ എൻ്റെ പെങ്ങന്മാരൊന്നും ഞാനൊന്നുമില്ല. അമ്മ തല്ലുകൂടും, ചീത്ത വിളിക്കും. അതുപോലെ തന്നെ വരുന്നവരോടും അമ്മ തല്ലുകൂടും കേട്ടോ. അപ്പോൾ വരുന്നവർക്ക് അറിയില്ലല്ലോ എന്ത് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് അസുഖം എന്നൊന്നും അവർക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വരുന്നവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിലൊക്കെ ദേഷ്യം വരും കേട്ടോ. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയും. അത് പറയണ കേൾക്കുമ്പോൾ എനിക്ക് വിഷമമാണ്. കാരണം എൻ്റെ അമ്മ കഷ്ടപ്പെട്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷെ മറ്റുള്ളവർക്ക് അതറിയേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരോട് നമ്മൾ നന്നായി പെരുമാറണം. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അതൊന്നും മനസ്സിലാവില്ല. എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. അവസ്ഥ മനസ്സിലാവണമെങ്കിൽ അവരുടെ കുടുംബത്തിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിട്ട് അവർ നോക്കിയിട്ടുള്ളവർക്ക് മാത്രമേ അവസ്ഥ മനസ്സിലാവുള്ളൂ. അല്ലാത്തവർ അത് വൈരാഗ്യമാക്കി എടുക്കും. മനസ്സിലാവേണ്ട പരിഭവമായിട്ട് വൈരാഗ്യമായിട്ട് എടുക്കും. എന്നിട്ട് അവർ തിരിച്ചമ്മേനെ പറയും. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എൻ്റെ അമ്മേനെ ആയിട്ട് തല്ലൂടും, വഴക്ക് പറയും. എന്നിട്ട് അമ്മ അവിടെ ചിലുമുണ്ടാണെങ്കിൽ ഇരിക്കണമെങ്കിൽ എനിക്ക് ദുഃഖം തോന്നും. പക്ഷെ അതുപോലെയല്ലല്ലോ മറ്റുള്ളവർ അമ്മ ചീത്ത പറയണത്. അതെൻ്റെ പെങ്ങന്മാരായാലും അമ്മ ചീത്ത പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടാ. അങ്ങനെയാണ്. ഞാൻ എപ്പോഴും തല്ലൂടും, അമ്മ എന്നോട് എപ്പോഴും തല്ലൂടും. അത് വേറെ കാര്യം. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ മക്കളെ. ഇനിയുള്ള മല്ലിപ്പിടുത്തം ഞാനും അമ്മയുമായിട്ടാണ്. ഇനിയിപ്പോൾ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ മക്കളെ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മളെല്ലാം മനുഷ്യരാണ്, മനസ്സിലായോ? നമ്മളെല്ലാവരും മനുഷ്യരാണ്. എനിക്ക് ചില
സ്ഥിതികൾ കിട്ടിയിരിക്കണു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ലോകം മറിച്ച് മാറ്റാനൊന്നും കഴിയില്ല. മനസ്സിലാവുന്നുണ്ട് മക്കൾക്ക്? ഞാനും മനുഷ്യൻ തന്നെയാണ്, മനുഷ്യപ്പിറവിയാണ്. സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും വേദനകളും മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ. എനിക്ക് ചില അനുഗ്രഹങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് ആ സമയത്ത് മാത്രം. അത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പോലെ തന്നെ സാധാരണ ഒരു വ്യക്തിയാണ്. അതെല്ലാവരും മനസ്സിലാക്കുക. അല്ലാതെ ഞാൻ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ എൻ്റെ സ്വയംഭവത്തോടുകൂടി ഞാൻ പറയില്ല. എനിക്ക് ചില മൈൻഡ് മാറുമ്പോൾ ഞാൻ പറയും. അതൊക്കെ ഈ ഭക്തിയിലുള്ളതാണ് മക്കളെ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ, തുടർന്ന് എൻ്റെ ചാനൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടണും ചുവന്ന ബട്ടണും അമർത്തിയിട്ടില്ലെങ്കിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രം അതൊന്ന് അമർത്തുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ കഴിയും. പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.